കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെ ഉദ്ഘാടന കർമ്മം പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് നടന്നു. കല്യാൺ ഗ്രൂപ്പ് ചെയർമാൻ പട്ടാഭിരാമൻ, എ.സി. മൊയ്തീൻ എം.എൽ.എ, സേവ്യർ ചിറ്റിലപ്പിള്ളി എം.എൽ.എ, നഗരസഭാ ചെയർമാൻ പി.എൻ. സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. നഫീസ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ, കല്യാൺ എക്സ്പ്രസ് മാർട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മധുമതി മഹേഷ്, വർധിനി പ്രകാശ്, ജനറൽ മാനേജർ സോണി ജോസഫ്, റീജിയണൽ മാനേജർ അജീഷ് ബാബു, ഓപ്പറേഷൻ മാനേജർ അനീഷ് നായർ, കെട്ടിട ഉടമ നാരായണൻ വിയത്ത് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ഓട്ടുപാറ കുന്നംകുളം റോഡിൽ 3 നിലകളിലായി വിശാലമായ ഷോപ്പിംഗ് സൗകര്യമാണ് കല്യാൺ എക്സ്പ്രസ് മാർട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്താണ് വടക്കാഞ്ചേരിയിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചതെന്ന് ചെയർമാൻ പട്ടാഭിരാമൻ പറഞ്ഞു. തൃശ്ശൂരാണ് ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം നടത്തിയത്. ആ ഉദ്ഘാടകനാണ് ഞങ്ങളുടെ ഒരു മെന്റർ കൂടിയായ CAC മോദി. അന്ന് അദ്ദേഹം മന്ത്രിയാണ്, ഇന്നിപ്പോ MLA ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മെന്ററാണ് അദ്ദേഹം. അതേമാതിരി തന്നെ സേവിയറാണ് മോണോത്താഴത്തെ ഇനോഗ്രേഷൻ നടത്തി. അദ്ദേഹം ഇന്നിവിടെ ഉദ്ഘാടനത്തിന് പങ്കുചേർന്നിട്ടുണ്ട്. അത് 9ാമത്തെ ഷോറൂമാണ്. വാസ്തവത്തില് തൃശ്ശൂരും വടക്കാഞ്ചേരിയൊക്കെ വളരെ അടുത്താണ്. സ്വാഭാവികമായിട്ട് എന്തിനാണ് എന്നൊരു ചോദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തിരക്കും ട്രാഫിക്കും കൂടി വരികയാണ്. അതൊരു ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാവർക്കും നമ്മുടെ ഡ്രൈവർമാർ വരെ കാറിലാണ്. ട്രാഫിക് ജാമൊക്കെ ചെയ്തുകൊണ്ട് വടക്കാഞ്ചേരി നിന്ന് തൃശ്ശൂർ വരികയാണെങ്കിലും 1 മണിക്കൂർ ധാരാളം വേണം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഹൈപ്പർ മാർക്കറ്റിൽ വരുന്ന വടക്കാഞ്ചേരി ഭാഗത്തുള്ള സ്ഥിരം കസ്റ്റമർ എന്നും ആവശ്യപ്പെടും, നിത്യോപയോഗ സാധനങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ വന്നാൽ നടക്കില്ല, എന്തുകൊണ്ട് വടക്കാഞ്ചേരിയിൽ ഒന്നുകൂടെ ആയിക്കൂടാ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ടയർ 2 സിറ്റികളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതാണ് ഒരു മാർഗമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കോർപ്പറേറ്റുകളെയും മൾട്ടിനാഷണൽ കമ്പനിയെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ അതുകൊണ്ട് ഗുണം കിട്ടില്ല. നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ബിസിനസ് ആയാലും അത് മുഖാന്തരം കിട്ടാവുന്ന കുറേ തൊഴിലും അതിനേക്കാളും ഉപരി ബാക്ക്വേർഡ് ഇൻറ്റിഗ്രേഷൻ ഉണ്ട്. ഇതിൽ വരുന്ന പല ഐറ്റംസും സ്വന്തം നാട്ടിൽ തയ്യാറാക്കുന്നതാണ്, വളരെ വിശ്വാസമായി ചെയ്യിപ്പിക്കുന്നതാണ്. മാത്രമല്ല എല്ലാത്തിലും 2 അരിയായാലും പഞ്ചസാരയായാലും പരിപ്പായാലും എല്ലാം തന്നെ Aയും Bയും Cയും നിങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വേണ്ടവർക്കും എങ്ങനെ വേണമെങ്കിലും അതേമാതിരി ചെയ്യാം. അതേമാതിരി വെജിറ്റബിൾസ് ഇങ്ങനെ ഷോറൂമുകൾ കൂട്ടുന്നതിൻ്റെ ഉദ്ദേശം ഓരോ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഓരോ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പാദന അവിടെ നിന്ന് തന്നെ ഫുൾ ലോഡായിട്ട് നമുക്ക് വരുമ്പോഴാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയും ന്യായമായ വിലയ്ക്ക് നൽകാൻ സാധിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു എക്സ്പാൻഷനുമായി മുന്നോട്ട് പോകുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.